എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ അക്കാഡ്സ്കിയുടെ ഹൈഡൌട്ട് കാണിക്കുന്നു. അക്കാഡ്സ്കി മെമ്പർ എല്ലാവരും ചേർന്ന് ഇപ്പൊ സിക്സ്ത് ടൈലിനെ അതിനെ അങ്ങനെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ അതിന്റെ പവറും അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ സെറ്റ്സ് പറയും, നമ്മളിപ്പോ 5 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിന് ഇത്രയും ടൈം എടുത്തത്. ഇനി രണ്ടേ രണ്ട് മോൺസ്റ്റേഴ്സിനെ മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. അതിന് ടോബി പറയും, 8th ടൈലിനെ പിടിക്കാനായിട്ട് ഞാൻ സാസുകയെ ഏൽപ്പിച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പൻ അവൻ വിഷമത്തോടെ അങ്ങനെ കിടക്കുകയാണ്. അത്രയും ദിവസം അവൻ പോരാടിയതില് അവന് വിഷമമില്ല. പക്ഷേ ഇത്തവണയും സാസുകയെ തിരികെ കൊണ്ടുവരാനായിട്ട് അവന് സാധിച്ചില്ല. കുട്ടപ്പനാവട്ടെ അവൻ ഹിറ്റാച്ചിയുമായിട്ട് സംസാരിച്ച കാര്യങ്ങള് അതൊന്നൊന്നായിട്ട് ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ ഫ്ലാഷ് ബാക്കില് ഇപ്പൊ ഹിറ്റാച്ചി ചോദിക്കും, സാസുക എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നീ സാസുകയുടെ ആരാണ്? നിങ്ങൾ തമ്മില് എന്താ കണക്ഷൻ? അതിന് കുട്ടപ്പൻ പറയും, അവൻ ഒരു പക്ഷേ എന്റെ ബ്ലഡ് റിലേഷൻ അല്ലായിരിക്കാം, പക്ഷെ എന്റെ ജീവൻ കൊടുത്തും അവനെ ഞാൻ രക്ഷിക്കുന്നു പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഹിറ്റാച്ചി അടിക്കാനായിട്ട് ഓടി വരും. പക്ഷെ അപ്പോഴേക്കും ഹിറ്റാച്ചി കുട്ടപ്പനെ അവന്റെ ഇല്യൂഷൻ ഗെഞ്ചിപ്സൂല് ഇപ്പൊ അങ്ങനെ ലോക്ക് ചെയ്യും. അപ്പൊ കുട്ടപ്പനെ അവൻ ഗെഞ്ചിപ്സൂല് പിടിച്ചു വെച്ച് വീണ്ടും ചോദിക്കും, നീ അവനെ തിരികെ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്, അതിനൊരു പക്ഷേ അവൻ തയ്യാറായില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അതിന് കുട്ടപ്പൻ പറയും, ഞാൻ എന്ത് വില കൊടുത്തും അവനെ ഗ്രാമത്തിലെത്തിക്കും. അതിന് ഹിറ്റാച്ചി പറയും, നീ സാസുകയെ നിന്റെ ബ്രദറായിട്ടാണ് കണ്ടിരിക്കുന്നത്, പക്ഷെ അതേ സാസുക ലീഫ് വില്ലേജ് തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലോ? അപ്പൊ കുട്ടപ്പൻ ഞെട്ടിയിട്ട്, എന്ത് ലീഫ് വില്ലേജ് അവൻ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നോ? നീ എന്തൊക്കെയാ പറയണേന്ന് കുട്ടപ്പൻ അവനോട് ചോദിക്കും. അതിന് ഹിറ്റാച്ചി പറയും, സാസുകയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ അവൻ ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ വരികയാണെങ്കിൽ നീ അവനെ കൊന്നുകളയോ? അത് കേട്ട് ഇപ്പൊ കുട്ടപ്പൻ ഷോക്കാവും. അവൻ പറയും, ഞാൻ ലീഫ് വില്ലേജിനെ രക്ഷിക്കും, സാസുകയെ കൊല്ലാതെ തന്നെ അവന്റെ മനസ്സ് മാറ്റിയെടുത്ത് ഞാൻ അവനെ രക്ഷിക്കും. അതിന് ഹിറ്റാച്ചി പറയും, നിനക്കിപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ലല്ലേ? ഒരാളെ ഷിനോബി ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ട്രോങ് ഡിസിഷൻസ് എടുക്കണം. അപ്പൊ കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ജിറയ മാമനെ ഓർക്കും. അപ്പൊ ഫ്ലാഷ് ബാക്കില് ഇപ്പൊ മാമൻ പറയും, നീ ഇപ്പൊ ഒരു സ്ട്രോങ് നിഞ്ചയാണ്, അതുകൊണ്ട് തന്നെ ഇനി മുതൽ നീ എടുക്കുന്ന ഡിസിഷൻസ് അത് വളരെ സ്ട്രോങ് ആയിരിക്കണം. നീ ദയവ് ചെയ്ത് സാസുകയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അത് കേട്ട് കുട്ടപ്പൻ പറയും, ഞാൻ എന്റെ ജീവൻ കൊടുത്തും സാസുകയെ തിരികെ കൊണ്ടുവരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ പറയും, ഓൾറെഡി ഈ ചോദ്യം നിനക്ക് മുൻപ് മറ്റൊരാളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവനോടും നിന്നോടും ഒരേ ഒരു ഉത്തരം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, സാസുകയെ അവനെ ഞാൻ തിരികെ കൊണ്ടുവരും. ഓട്ടനെ ഹിറ്റാച്ചി അവന്റെ ഒരു കാക്കയെ ഇപ്പൊ നറൂട്ടോയുടെ വായിലേക്ക് അയക്കും. അവൻ പറയും, എന്റെ കുറച്ച് പവർ ഞാനിപ്പോ നിനക്ക് നൽകിയിരിക്കുകയാണ്, ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ മറ്റൊരു നാള് നിനക്ക് ഈ പവർ ആവശ്യമായിട്ട് വരും, അന്ന് നീ തീർച്ചയായിട്ടും ഈ പവർ ഉപയോഗിക്കണം. കുട്ടപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്താടാ നീ പറയണേ? നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നതല്ലേ? അതിന് ഹിറ്റാച്ചി കുട്ടപ്പനോട് ഒന്നും പറയാതെ അവിടുന്ന് കടന്നുപോയി പിന്നീടാണ് സാസുകയായിട്ട് ഫൈറ്റ് ചെയ്യുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുട്ടപ്പനാണെങ്കിൽ അതെല്ലാം ആലോചിച്ച് നോക്കി അവനൊന്നും മനസ്സിലാവാതെ അങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം സെറ്റ്സ് വന്ന് ഹിറ്റാച്ചി മരിച്ചു, സാസുക അവൻ ജയിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ കുട്ടപ്പൻ ആലോചിക്കും. സാസുക നീ എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കണം. കട്ട് ചെയ്ത ഇപ്പൊ സാസുക അവൻ ആ കില്ലർ ബിയെ അവനെ തല്ലിക്കൊന്ന് ഇപ്പൊ ഹായായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ജൂഗോ ചോദിക്കും, സാസുക നീ ഓക്കെ അല്ലേ? അതിന് സാസുക പറയും, അതെ ഞാൻ ഓക്കെയാണ്, എനിക്ക് കില്ലർ ബിയെ ടോബിയെ ഏൽപ്പിക്കണം, അതിനുശേഷം ആ ലീഫ് വില്ലേജ് അത് നശിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സാസുക അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ ടോബി ചോദിക്കും, ഹിറ്റാച്ചി ആഗ്രഹിച്ചത് ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, പക്ഷെ നീ അതേ ലീഫ് വില്ലേജിനെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് സാസുക പറയും, ഈ ലീഫ് വില്ലേജ് കാരണമാണ് എന്റെ ബ്രദർ, എന്റെ ബ്രദറിനെയും എന്റെ ക്ലാനിനെയും എന്റെ പാരൻസിനെയും എനിക്ക് നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഉറപ്പായിട്ടും ലീഫ് വില്ലേജ് അത് ഞാൻ നശിപ്പിക്കും. എനിക്ക് പ്രധാനം എന്റെ റിവഞ്ചാണ്. എന്നെ ആര് തടയാൻ ശ്രമിച്ചാലും അവരെ ഒക്കെ ഞാൻ വെട്ടി വീശും. സാസുകയ്ക്ക് കലി കയറി അവന്റെ മങ്കിക്കു ശരിങ്ങ കണ്ണ് അത് പുറത്തേക്ക് വരും. കട്ട് ചെയ്താ ഇപ്പൊ ലോർഡ് ഡ്രാഗയുടെ അടുത്തേക്ക് ഒരു സോൾജിയർ വരും. അവൻ പറയും, കില്ലർ ബിയെ ആരോ കടത്തിക്കൊണ്ടുപോയി ഉച്ചിഹ ക്ലാനിൽപ്പെട്ട ആരോ ഒരാളാണ്. അത് കേട്ട് ലോർഡിന് കലി കയറി അവൻ ആ ടേബിള് തന്നെ ഇപ്പൊ തല്ലി പൊട്ടിക്കും. കട്ട് ചെയ്താ ഇപ്പൊ നറൂട്ടോയുടെ വീട്ടിലേക്ക് സാക്ഷാൽ കാക്കാഷി വരും. കുട്ടപ്പൻ ഡോർ തുറക്കുമ്പോ ഇപ്പൊ കാക്കാഷി പറയും, അത്യാവശ്യമായിട്ട് നീ എന്റെ കൂടെ ഹൊക്കാഗയുടെ മാങ്ഷൻ വരെ വരണം. അങ്ങനെ കാക്കാഷിയും കുട്ടപ്പനും ഇപ്പൊ മാങ്ഷൻ ലക്ഷ്യമാക്കി പോകുമ്പോ
ഗാമത്തവള അവിടേക്ക് വന്ന് എന്തോ ഒരു കാര്യം പറയാൻ ശ്രമിക്കും. പക്ഷെ ഗാമത്തവളയുടെ അച്ഛൻ ഇപ്പൊ അവനെ തടയും. കുട്ടപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനിപ്പോ മാൻഷനിലേക്ക് എത്തുമ്പോ മാമൻ മരിച്ചതറിഞ്ഞ് എല്ലാവരും ഇപ്പൊ സാഡായിട്ടിരിക്കുകയാണ്. കുട്ടപ്പനെ കാണുമ്പോ തന്നെ ഇപ്പൊ ആ തവള ചോദിക്കും, ഇവനാണോ നറൂട്ടോ? അതിന് ഹൊക്കാഗ അവൾ അതേന്ന് പറയും. അപ്പൊ ഇവനാണ് സാക്ഷാൽ ചൈൽഡ് പ്രോഫസി. അത് കേട്ട് കുട്ടപ്പൻ, നിങ്ങളൊക്കെ ഏതാ? ഈ തവളകൾക്ക് എന്താ ഇവിടെ കാര്യം? അതിന് ഹൊക്കാഗേണ്ടി പറയും, കുട്ടപ്പ ഒരിക്കലും അവരെ അങ്ങനെ പറയരുത്. ഇവരും ജിറയ്യ മാമനെ പോലെ ഒരുപാട് കഴിവുള്ളവരാണ്. മാമൻ ഒരുപാട് സീക്രട്ട് ജിപ്സും ഒക്കെ ഇവരാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. തവള പറയും, ഇതെങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഉറപ്പായിട്ടും നീ ഇതറിയണം. നിന്റെ മാസ്റ്റർ ജിറയ്യ മാമൻ, അദ്ദേഹം വലിയൊരു ബാറ്റിലിന്റെ ഇടയില് മരണപ്പെട്ടിരിക്കുകയാണ്. അത് കേട്ട് ഇപ്പൊ കുട്ടപ്പൻ ഷോക്കാവും. നിങ്ങൾ എന്താ പറയണേ? മാമൻ മരിച്ചു പോയെന്നോ? ഇതെങ്ങനെ സംഭവിച്ചു? സത്യം പറ, എന്താ ഉണ്ടായേ? കുട്ടപ്പൻ അവന്റെ സങ്കടം അതിപ്പോ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. തവള പറയും, അക്കാസ്കി ലീഡറിനെ കണ്ടുപിടിക്കാനായിട്ട് മാമൻ ഹിഡൻ റൈൻ വില്ലേജിലേക്ക് പോയി. അവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്. അത് കേട്ട് സാക്കുറ ഷോക്കാവും. ഹിഡൻ റൈൻ വില്ലേജോ? സായ് പറയും, ആ ഒരു വില്ലേജ് അത് വളരെ ഡേഞ്ചറാണ്. അത്ര പെട്ടെന്നൊന്നും ആ വില്ലേജിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല. അപ്പൊ കാക്കാഷി പറയും, അതുകൊണ്ട് തന്നെയാണ് മാമൻ ആളി മിഷൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് റെയിൻ വില്ലേജിലേക്ക് പോയത്. അപ്പൊ തവള അവൻ ഫ്ലാഷ് ബാക്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ പറയാൻ തുടങ്ങും. ജിറയ്യ മാമൻ അക്കാസ്കി മെമ്പേഴ്സിന്റെ ലീഡർ ആ പെയിനുമായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യം, ഒരുപാട് അടികിട്ടി മരണത്തോട് അടുക്കുമ്പോഴായിരിക്കും ആ പെയിൻ അവൻ മറ്റാരുമല്ല മാമന്റെ പഴയ ഫാർമഡൻ സ്റ്റുഡൻസില് ഒരാളാണ്. അത് കേട്ട് ഇപ്പൊ സാക്കുറ ഞെട്ടും. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹൊക്കാഗെ ആന്റിക്ക് മനസ്സിലാവും, അവള് ചെറുപ്പത്തിൽ കണ്ട ആ 3 പിള്ളേര് അതിലൊരുത്തനാണ് പെയിൻ. കാക്കാഷി ചോദിക്കും, അവനെ കൊണ്ട് എങ്ങനെ മാമനെ കൊല്ലാൻ കഴിഞ്ഞു? അതിന് തവള പറയും, അവന് റെനിയങ്കം കണ്ണുണ്ട്. അതിന്റെ പവർ വെച്ചാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ കുട്ടപ്പനും സാക്കുറയ്ക്കും അതെന്താണെന്ന് മനസ്സിലാവില്ല. അവര് പരസ്പരം നോക്കും. അതിന് അസിസ്റ്റന്റ് ചേച്ചി പറയും, അതൊരു പ്രത്യേക കണ്ണാണ്. അതിന് അൾട്ടിമേറ്റ് ലെജൻഡറി പവർ ഉണ്ട്. അതുകൊണ്ടാണ് അവന് മാമനെ കൊല്ലാൻ കഴിഞ്ഞത്. അവർ 6 പേരുണ്ടായിരുന്നു. 6 പേർക്കും സെയിം റെനിയങ്കം കണ്ണ്. അവരുടെ സീക്രട്ട് അത് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ 2 പേരും അവരുടെ ഇടയിലേക്ക് ചെന്നത്. പക്ഷെ അപ്പോഴേക്കും പെയിനും അവന്റെ ടീമും ചേർന്ന് മാമനെ കഴുത്ത് ഞെരിച്ച് കൊന്നു. മാമന് സംസാരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് മരിക്കുന്നതിന് തൊട്ടു മുൻപ് ചില പ്രത്യേക കാര്യങ്ങള് എന്റെ പുറത്ത് മാമൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക കോഡാണെന്ന് പറഞ്ഞ് തവളയാവട്ടെ ആ കോഡ് കാണിച്ചു കൊടുക്കും. അതിന് ഹൊക്കാഗ പറയും, കുഴപ്പമില്ല, നമുക്കത് ഡീകോഡ് ചെയ്യാം. പക്ഷെ കുട്ടപ്പൻ അവന് കലിപ്പ് കയറി ഇപ്പൊ ഹൊക്കാഗയോട് ചോദിക്കും, ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് ജിറയ്യ മാമനെ ഒറ്റയ്ക്ക് തള്ളിവിട്ടു? അത് കേട്ട് കാക്കാഷി ആളിപ്പോ കുട്ടപ്പന് വഴക്കു പറയും, ഓൾറെഡി ഹൊക്കാഗ ആൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നീ ദയവ് ചെയ്ത് ഹൊക്കാഗയെ കുറ്റപ്പെടുത്തരുത്. അപ്പൊ ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ ഫ്ലാഷ് ബാക്കില് മാമൻ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ ഓർത്തെടുക്കാൻ തുടങ്ങും. നെക്സ്റ്റ് ജനറേഷന് എനിക്കൊരു മോഡലായി മാറണം. അതിനെന്തെങ്കിലും കാര്യം റിസ്ക് എടുത്ത് എനിക്ക് ചെയ്തേ തീരൂ. അതിന് ഹൊക്കാഗ പറയും, ഇത് അപകടമാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഒറ്റയ്ക്ക് പോവരുത്. പക്ഷെ മാമൻ ഇത് കേൾക്കാൻ തയ്യാറാവാതെ ആ ഒരു മിഷന് ഒറ്റയ്ക്ക് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഇതെല്ലാം കേട്ട് ഒരുപാട് വിഷമത്തില് അവനും പുറത്തേക്ക് ഇറങ്ങും. കാക്കാഷി മാസ്റ്റർ തവളയോട് സോറി പറയും. അതിന് തവള പറയും, അതിന്റെ ആവശ്യമില്ല, അവൻ എത്രമാത്രം ജിറയ്യ മാമനെ സ്നേഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. പുറത്ത് കുട്ടപ്പൻ അവനിപ്പം മാമന്റെ പഴയ ഒരുപാട് ഓർമ്മകളുമായി മുൻപോട്ട് നടന്നു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.